ഞാനിപ്പോൾ ഈ നടന്നു പോകുന്ന പ്രോപ്പർട്ടി അറിയാവുന്നവർ കുറച്ച് പേരെങ്കിലും കാണും, അല്ലെങ്കിൽ ഇനിയൊന്ന് പോകണം എന്ന് വിചാരിച്ചിരിക്കുന്നവർ ഒത്തിരി പേര് കാണും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്ന് എനിക്ക് പറഞ്ഞാലും മതിയാവില്ല. ലാസ്റ്റ് ഇയറും ഞാൻ സ്റ്റുഡൻസിൻ്റെ കൂടെ ഇവിടെ വന്നിരുന്നു, അതുപോലെ ഇപ്രാവശ്യം വീണ്ടും വന്നു. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കോട്ടേജസ് ഉണ്ട്. എ ഫ്രെയിമിനോട് ചേർന്ന് തന്നെ ഫോട്ടോസ് എടുക്കാൻ പറ്റിയ ഫോട്ടോ സ്പോട്ടുകൾ, ഫോട്ടോ ഫ്രെയിംസ് ഒക്കെ ഉണ്ട്. ഓരോ ഫോട്ടോ ഫ്രെയിംസിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ പറ്റുന്നത് മൗണ്ടെയിനും ക്ലൗഡ് ബെഡും ഒക്കെയാണ്. ഇപ്പോൾ ഞാൻ കുറച്ച് മുൻപ് പറഞ്ഞ എ ഫ്രെയിമിന് പുറമെ ഇവിടെ ട്രീ ഹൗസ് ഉണ്ട്. ട്രീ ഹൗസ് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. എനിക്ക് തോന്നുന്നു ഒരു 8 to 10 മെമ്പേഴ്സിനെ ട്രീ ഹൗസിനകത്ത് അക്കോമഡേറ്റ് ചെയ്യാം. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്, കാണാനും അടിപൊളിയാണ്. ട്രീ ഹൗസിൻ്റെ ബാൽക്കണി വ്യൂവും നല്ല രസമുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇനി ടെൻറ്റുകളും ഡി ഫ്രെയിം കോട്ടേജസും ഉണ്ട്. ഡി ഫ്രെയിം കോട്ടേജസിനും ബാൽക്കണി വ്യൂവും ഉണ്ട്. ഡി ഫ്രെയിം കോട്ടേജസിനകത്തും അറ്റാച്ച്ഡ് ബാത്റൂംസും അത്യാവശ്യം നല്ല സ്പേഷ്യസുമാണ്. ഇനി ഇതൊന്നുമല്ല ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ കാണുന്ന നാച്ചുറൽ പോണ്ട് നിങ്ങൾ കണ്ടോ? ഇത് കാണാനും അടിപൊളിയാണ്, അതുപോലെ തന്നെ വളരെ സ്പേഷ്യസ് ആണ്. എത്ര പേർക്ക് വേണമെങ്കിലും ഇതിനകത്ത് അറ്റ് എ ടൈം ഒരുമിച്ച് ഇറങ്ങാം. പിന്നെ മോർണിംഗും ഈവനിങ്ങും സൺറൈസും സൺസെറ്റും കാണാനുള്ള ട്രക്കിങ്ങും ഇവിടെ അവൈലബിൾ ആണ്. ഈ ട്രക്കിംഗ് സ്പോട്ടിലെല്ലാം തന്നെ ടെൻറ്റുകളുമുണ്ട്. അവിടെയും കുറച്ചധികം നേരം നമുക്ക് സ്പെൻഡ് ചെയ്യാനും സംസാരിക്കാനും ഒക്കെയുള്ള ഏരിയാസ് അവിടെയും അവൈലബിൾ ആണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെയും കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാതെ പോകാനായിട്ട് നമുക്ക് തോന്നില്ല. പിന്നെ ഈ കാണുന്നത് ഇവരുടെ ഒരു വാച്ച് ടവർ വ്യൂ ആണ്. നല്ല മഴയുള്ള സമയത്താണെങ്കിൽ വന്നത് ഇതുപോലുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്ലൗഡ് ബെഡ് കാണാം. ഈ ക്ലൗഡ് ബെഡും അതുപോലെ തന്നെ ഈ മൗണ്ടനും കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സ്പോട്ട് എത്ര ബ്യൂട്ടിഫുൾ ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഇനി ഇത് കൂടാതെ ഇവിടെ വാട്ടർഫോൾ കാണാനുള്ള പ്ലേസും കൂടിയുണ്ട്. സംഭവം കാടിനകത്തൂടെ കുറച്ചധികം നേരം നടക്കണം എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല.